എല്ലാ പ്രിയ വീട്ടുകാർക്കും നമസ്കാരം. റോബേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൽഹിയിലാണ് വന്നിരിക്കുന്നത്. ഓയിലർ എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ഓയിലർ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സ്റ്റോം EV ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. നമുക്ക് കേരളത്തിൽ ഇത്തരത്തിലൊരു ബ്രാൻഡ് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ നോർത്ത് സ്റ്റേറ്റ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വാഹനങ്ങൾ കാണാം. ഏകദേശം 80ഓളം ഷോറൂംസ് വരെ ഉണ്ട്, ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടെന്നാണ് പറയുന്നത്. അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡീഷൻ പുതിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടർബോ EV 1000 ആണ്. അപ്പോൾ ആ ഒരു വാഹനമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവർ തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വരുന്നത് നമുക്ക് 3 വേരിയൻസിൽ ഈ വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നമുക്ക് സിറ്റി എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്, അതിന് തൊട്ട് മുകളിലായിട്ട് ഫാസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞൊരു വാഹനം, പിന്നെ ഏറ്റവും മുകളിലായിട്ട് മാക്സ് എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബേസ് വേരിയൻറ്റിന് 6 ലക്ഷം രൂപയ്ക്ക് 1 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ലോഡിംഗ് ട്രക്ക് നമുക്ക് അല്ലെങ്കിൽ ലോഡിംഗ് ഈ പറയുന്നൊരു കൊമേഴ്ഷ്യൽ വാഹനം നമുക്ക് ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിന് കുറേയധികം വേറെ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് 50 കിലോമീറ്റർ ദൂരമൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറെ മേന്മയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 6 ലക്ഷം രൂപയ്ക്ക് 1 ടൺ കപ്പാസിറ്റി എന്നുള്ളത് നമുക്ക് അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വേൾഡിൽ തന്നെ ഇവർ പറയുന്നത് അങ്ങനെയാണ്, വേൾഡിൽ തന്നെ അത്രയും കേപ്പബിലിറ്റി ഉള്ളൊരു വാഹനം ഇത്ര വിലയ്ക്ക് കിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫാസ്റ്റ് ചാർജിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് വരുന്നത് 7,19,000 രൂപയും മാക്സ് എന്ന് പറഞ്ഞ മോഡലിലേക്ക് വരുന്ന സമയത്തേക്ക് 8,20,000 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ റേഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള റേഞ്ചാണ്. 140 കിലോമീറ്ററാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ടൈം നമുക്കൊരു റേഞ്ച് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പായിട്ടുള്ള മാക്സ് 212 കിലോമീറ്റർ ഓടുമെന്നാണ് പറയുന്നത്. 19.2 കിലോ വാട്ടാണ് ഏറ്റവും ടോപ്പിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 5-5.5 മണിക്കൂർ കൊണ്ട് നമുക്ക് വാഹനം നമുക്ക് ചാർജ് ചെയ്തെടുക്കാണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് ഏറെ പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലുക്കുകളും കാര്യങ്ങളും നോക്കാം. ഒരു ലാഡ്രോൺ ഫ്രെയിമിലാണ് ഈ വാഹനം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ലൈക്ക് ഇതിൻ്റെ ഒരു ഷാസി എന്ന് പറയുന്ന ഒരു ലാഡറാണ്. അത് ഞാൻ സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുകളിലാണ് ഒരു ക്യാബിൻ ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ട്രക്ക് തന്നെ പല കോൺഫിഗറേഷൻസിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടെയ്നറായിട്ട് വരുന്ന ബോഡിയാണ് വരുന്നത്. കണ്ടെയ്നർ കൂടാതെ തന്നെ നമുക്ക് ഫ്ലാറ്റ് ബെഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ നമുക്കൊരു ലോഡിംഗ് ബേ വരുന്നൊരു സംഭവമുണ്ട്. അതുപോലെ ടിപ്പറായിട്ട് വരുന്ന ട്രക്കുകളും നമുക്ക് ഇതിലൂടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും കോൺഫിഗറേഷൻസ് ഉണ്ട്. അപ്പം ഇതിനകത്താണെങ്കിൽ 8.3 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ് എടുത്ത് വരുന്നത്. അത്യാവശ്യം നമുക്ക് 1000 കിലോ ലോഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം കയറ്റങ്ങളൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവർ പറയുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലും നമുക്ക് നോക്കാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കാം. ലുക്കിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റോം EV നമ്മൾ കാണുന്ന സമയത്തേക്ക് വളരെ നീറ്റ് ഡിസൈനാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് ഓയിലറിൻ്റെ വാഹനങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഫ്രണ്ടിലെ ഗ്ലാസ് ഏരിയ ആയിട്ട് 2 വൈപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് EU എല്ലിയർ എന്നാണ് കേട്ടോ ഒരു ബ്രാൻഡിൻ്റെ പേര്. പക്ഷേ ഓയിലർ എന്നാണ് നമ്മളിതിനെ വായിക്കുന്നത്. അതിൻ്റെ തന്നെ ടർബോ EV 1000 എന്നുള്ള മോഡലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹാലജനായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. വലിയ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഫ്രണ്ടിലെ ബമ്പേഴ്സൊക്കെ ആണെങ്കിലും കൊള്ളാം. നല്ല നീറ്റായിട്ടുള്ള ഒരു കോൺഫിഗറേഷനുള്ളൊരു വാഹനമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഒരു സൈഡിലേക്ക് പോകാം. സൈഡിലേക്ക് പോകുമ്പം നമുക്കിവിടെ ഒരു ചെറിയൊരു മിററും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമുക്കിവിടെ ടർബോ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പവേർഡ് ബൈ ആർക്ക് റിയാക്ടർ 200 എന്ന് പറയുന്നത്. അതായത് ഈ ബാറ്ററിയുടെ ഒരു കൂളിംഗ് ടെക്നോളജിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഒരു പാറ്റൻറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്, ലിക്വിഡ് കൂളിംഗ് ആണ് വരുന്നത്. അപ്പം ഇവരുടെ ബാറ്ററിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ലിഥിയം അയണിൻ്റെ ഒരു കോൺസെൻട്രേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ബാറ്ററി എന്ന് പറഞ്ഞാൽ IP67 ആണ്. അതുപോലെ തന്നെ വാട്ടർ വെയ്റ്റിംഗ് കപ്പാസിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1 ഫീറ്റ് വരെ വാട്ടർ കപ്പാസിറ്റി വരും. അത്യാവശ്യം നമുക്ക് അടിത്തട്ടത്തില്ല 140 മില്ലിമീറ്ററോളം ഇതിന് ഏറ്റവും ബേസ് വേരിയൻറ്റിന് തന്നെ അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷാസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആ ലാഡർ ഫ്രെയിമൊക്കെയാണ് അവിടെ വരുന്നത്. ടയേഴ്സിൻ്റെ സൈസിലേക്ക് വരുവാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ 12 തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് 13 ഇഞ്ചുമാണ് ടയേഴ്സ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പാരാബോളിക് ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ 2 ലീഫും ബാക്കിൽ 7 ലീഫുമാണ് വരുന്നത്. അത്തരം കാര്യങ്ങളൊക്കെയാണ്
കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ലോഡ് കയറാൻ പാകത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ആക്സിലറി ബാറ്ററിയും കാര്യങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ബാക്ക് വശത്ത് ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വരുന്ന കണ്ടെയ്നർ ബോഡിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന പലപ്പോഴും പല ആക്സിഡൻറ്റുകൾ കാരണം ടു വീലേഴ്സ് താഴത്തെ ലൈറ്റ് കാണാതെ വന്ന് ആക്സിഡൻറ്റ് ആകാറുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ലൈറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മെറ്റൽ ബോഡിയാണ് ഫുള്ളായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലൈറ്റ്സ് കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വലിയ കണ്ടെയ്നറായിട്ട് നമുക്ക് കാണാം ലൈക്ക്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ലോഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ലോഡിംഗ് ബേയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരുമ്പോൾ ഒരു റിവേഴ്സൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 LED ആയിട്ട് വരുന്ന ലൈറ്റ്സ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ വീൽ സെറ്റും കാര്യങ്ങളൊക്കെ, അതായത് എക്സ്ട്രാ സ്പെയർ വീൽ നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഒറ്റ നോട്ടത്തിൽ ഈ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയാനുള്ളത്. നമുക്കിനി ക്യാബിനിലേക്ക് വരാം. ക്യാബിനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നമുക്ക് നോക്കാം. വളരെ നീറ്റായിട്ട് വരുന്നൊരു ക്യാബിനാണ്. സീറ്റ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഡ്രൈവേഴ്സിൻ്റെ ആണെങ്കിലും കോ ഡ്രൈവറിനും 2 പേർക്കും ഡ്രൈവർ +1 ആണ് വരുന്നത്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇലക്ട്രിക് പവേർഡ് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. കീസിൻ്റെ സെറ്റ് നമുക്കിവിടെ കാണാം. പിന്നെ 7 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 7 ഇഞ്ച് ഡിസ്പ്ലേക്കകത്ത് നമുക്ക് വാഹനത്തിനകത്ത് നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു ചാർജ് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് അവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് വരുന്നത്. നമുക്ക് ടെലിമാറ്റിക്സ് കൺട്രോളാണ്. അതുപോലെ തന്നെ നമുക്ക് ജിയോ ഫെൻസിങ്, അതുപോലെ വെഹിക്കിൾ ഇമ്മൊബിലൈസേഷൻ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതേപോലെ നമുക്ക് ആ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നീറ്റായിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ ഓയിലറിൻ്റെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് 3 വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ഓൾറെഡി കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനാണ് വരുന്നത്. ഇതിനകത്ത് CCS2 ആണ് ചാർജിങ് ഓപ്ഷനായിട്ട് കൊടുക്കുന്നത്. വളരെ ഫാസ്റ്ററായിട്ട് നമുക്ക് ചാർജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇതിന് 719 ആണ് വരുന്നത്. ഏറ്റവും ബേസ് വേരിയൻറ്റിന് 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 1 ടൺ കപ്പാസിറ്റിയാണ് വരുന്നത്. അപ്പം അടുത്ത് താമസിയാതെ തന്നെ നമ്മുടെ ഷോറൂം നമുക്ക് ട്രിവാൻഡ്രത്തും കൊച്ചിയിലൊക്കെ ഇതിൻ്റെ ഷോറൂംസ് വരുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ മലയാളി ഇൻഫ്ലുവൻസേഴ്സിനെ കൂടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിലൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ബാറ്ററിക്ക് വാറൻറ്റി കൊടുക്കുന്നത് 5 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററാണ് കൊടുക്കുന്നത്. വാഹനത്തിന് 3 വർഷം 2,20,000 കിലോമീറ്റേഴ്സുമാണ് വാഹനത്തിൻ്റെ വാറൻറ്റി ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് 7 വർഷം വരെ AMCയും കൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു തലവേനയില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ ടൺ എന്നാണ് ഇവരുടെ ഒരു ലോഗോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബിസിനസ് ചെയ്യാൻ വളരെ ചിലവ് കുറവാണ്. അഫോർഡബിൾ ആയിട്ടുള്ള, ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ടൺ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ എഴുതുക. പുതിയൊരു വീഡിയോ കണ്ടുവിടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.